1970 മുതൽ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന മണ്ഡലമായ പുതുപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. 2023 ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും UDF മണ്ഡലം കൈവിട്ടിട്ടില്ല. 2023 ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ 37,000 വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ചാണ്ടിയുമ്മനെ നേരിടാൻ ഇത്തവണ KM രാധാകൃഷ്ണനെ LDF ഗോതയിൽ ഇറക്കിയിട്ടുണ്ട്. BJPയുടെ രവീന്ദ്രനാഥ് NDA സ്ഥാനാർത്ഥിയായും രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വേണുബാലകൃഷ്ണൻ, നമുക്കറിയാം, അവിടെ ചാണ്ടിയുമ്മൻ മാത്രമല്ല മത്സരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് എന്ന് പറഞ്ഞുള്ള, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അവിടെയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചിത്രമടങ്ങുന്ന ഫ്ലക്സുകളായിരുന്നു. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ചാണ്ടി പറഞ്ഞ ഒരു കാര്യം, ഫ്ലക്സ് ഒന്നും വേണ്ട മണ്ഡലത്തിൽ. പിന്നെ സൈക്കിളിലായിരുന്നു പ്രചാരണം. കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നു DCCയിൽ നിന്ന് തന്നെ അധികം പേരൊന്നും വരാത്ത രീതിയിലുള്ള ഒരു പ്രചാരണ രീതി അത് ചാണ്ടി സ്വീകരിച്ചതാണോ അതോ ചാണ്ടി ഒറ്റയ്ക്കോടാം എന്ന് തീരുമാനിച്ചതാണോ? എന്താണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ചാണ്ടിയുമ്മനിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന പ്രചാരണത്തിലെ അടക്കമുള്ള ഒരു ഷിഫ്റ്റ് സൂചിപ്പിക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണത്. അതിന്റെ മറുപടിയിലേക്ക് വരുമ്പോൾ നമ്മൾ 49 നിൽക്കുന്നുണ്ട് കാര്യം പറഞ്ഞോട്ടെ. ആദ്യം 50 അടിക്കുക, എന്തായാലും UDF ആയിരിക്കും. പുതുപ്പള്ളിയിൽ LDF ജയിക്കുമെന്ന് എങ്ങനെ പറയും? പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 50 എന്തായാലും UDF ഹാഫ് സെഞ്ചുറി. അതായത് സെഞ്ചുറി എന്ന് പിണറായി വിജയനും VD സതീശനും പറഞ്ഞെങ്കിൽ VD സതീശൻ ഹാഫ് സെഞ്ചുറി അടിച്ചു. അതാണ് ഗംഭീരമായിട്ട് പറഞ്ഞു. ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുന്നു VD സതീശന്റെ മുന്നണി, VD സതീശന്റെ പാർട്ടി. അപ്പൊ പുതുപ്പള്ളിയിലേക്ക് വരാം. പുതുപ്പള്ളിയിൽ സുജയ പാർവതി പറഞ്ഞ ശരിയാണ്. ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ പ്രതിരൂപം തന്നെയാണ് അവിടെ, എല്ലാ അർത്ഥത്തിലും, അപ്പിയറൻസിലായാലും രീതികളിലായാലും മുടി ചീകാത്തതിന്റെ കാര്യത്തിലായാലും ഉൾപ്പെടെ. അപ്പോ അത്രയും സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയുടെ ശക്തിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഒരു കുഴപ്പം, ആ DCCയെ അംഗീകരിക്കുന്നില്ല കോട്ടയത്ത് നിൽക്കുമ്പോൾ. ഉമ്മൻചാണ്ടി, ഞാൻ ഇടപെടുന്നതാണ്. അതായത് ഉമ്മൻചാണ്ടി സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് സിസ്റ്റത്തെ ചലിപ്പിക്കുന്ന ഒരു നേതാവായിരുന്നു. സിസ്റ്റം അദ്ദേഹത്തിനൊപ്പം ഓടിയെത്താൻ ചില ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും അദ്ദേഹം ഈ പാതിരാത്രി വരെ നീളുന്ന ജനസമ്പർക്കമൊക്കെ നടത്തുമ്പോൾ സിസ്റ്റത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അവരതിനൊപ്പം നിന്നു, അദ്ദേഹവും നിന്നു. അങ്ങനെ വലിയ വെല്ലുവിളികൾ ഉള്ളപ്പോഴും ഭരണം തുടരാൻ സാധിച്ചു. 5 വർഷവും തികച്ച് ഭരിക്കാൻ പറ്റി. ഒരു നാരോ, ലക്ഷ്മി പത്മയുടെ ആ ഒരു കോട്ട് കടമെടുക്കുകയാണെങ്കിൽ ഹെയർലൈൻ മാർജിനിൽ നിലനിർത്താൻ സാധിച്ചു. പക്ഷേ ചാണ്ടിയുമ്മൻ വരുമ്പോൾ ചാണ്ടിയുമ്മൻ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആയിട്ടാണ് ജയിച്ചു കയറുന്നത്. ഇത്തവണ ഭരണത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു, UDF ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ചാണ്ടിയുമ്മൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒറ്റയാനായി നടക്കുന്നത്? ചാണ്ടിയുമ്മന്റെ ഭാഗത്ത് നിന്ന് ചില നിർബന്ധ ബുദ്ധിയും രീതികളും ഒക്കെ ഉണ്ട് എന്നത് ഇതിന്റെ ഒരു വശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, കോട്ടയത്ത് ഒറ്റയാനായി നടക്കുന്നു, DCCയെ മാനിക്കാതെ. എന്താ പറയുക, തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ KPCCയെ മാനിക്കാതെ ഒറ്റയാനായി നിൽക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ചാണ്ടിയുമ്മനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത മറുഭാഗത്തുണ്ട്. അതാണ് സുജയ പാർവതിയുടെ ചോദ്യം. A ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു, എന്താ പറയേണ്ടത്, അതിന്റെ ഒരു ശില പാകി അതിനെ അത്രയും ബലവത്തായി നിർത്തിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിയാണെന്നുള്ളതിനകത്ത് തർക്കമില്ല. A ഗ്രൂപ്പിന് ഒരു കേഡർ സ്വഭാവമുണ്ട്. ആ കോട്ട ഭേദിച്ച് ആർക്കും അകത്തേക്ക് കയറാൻ കഴിയാത്ത അത്രയും ദൃഢത അതിനുണ്ട് താനും, അല്ലെ? K ബാബു, KC ജോസഫ്, അതാ പറയാൻ വരുന്നത്. K ബാബു, KC ജോസഫ്, അതെല്ലാം കൂടെ ചേർന്നാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഉമ്മൻചാണ്ടി ആ സിസ്റ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നു എന്നൊക്കെ പറയുമ്പോൾ ഉമ്മൻചാണ്ടി A ഗ്രൂപ്പ് എന്ന് പറയുന്ന സിസ്റ്റത്തെ ഉൾക്കൊണ്ടു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ A ഗ്രൂപ്പ് എന്ന് പറയുന്ന സിസ്റ്റത്തെ മാത്രമേ എന്ന് പറയുമ്പോൾ ആ ഈ A ഗ്രൂപ്പ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സിസ്റ്റം എൻറ്റയർ കോൺഗ്രസ് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമിക് എറർ ഇടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു സംശയവുമില്ല. I ഗ്രൂപ്പിനെ വെല്ലുവിളിക്കുക, K കരുണാകരനെ നേരിട്ട് ഏറ്റുമുട്ടി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പോലും ഇറക്കുന്ന രീതികളുണ്ടായി. നമുക്കറിയാവുന്നതാണ് കേക്കോട്ടിലെ K കരുണാകരന്റെ പ്രസംഗം, എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുന്ന പ്രസംഗം. ആ പിന്നിൽ നിന്ന് യഥാർത്ഥത്തിൽ കുത്തിയിരിക്കുന്നത് ആരാണെന്നും എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇതിന്റെ പൈതൃകം, ഉമ്മൻചാണ്ടിയുടെ പൈതൃകം പുതുപ്പള്ളി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ പൈതൃകം A ഗ്രൂപ്പ് ഈ ചാണ്ടിയുമ്മന് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് അതിന്റെ ഒരു നേതാവായി ചാണ്ടിയുമ്മനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഷാഫിയൊക്കെ മറുകടം ചാടിയത് കണ്ടാണല്ലോ. ഉമ്മൻചാണ്ടിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർലമെന്ററി പാർട്ടിയിൽ അട്ടിമറി നടക്കുന്നത്. രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറി നിന്നേനെ. ഉമ്മൻചാണ്ടി പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. ഷാഫി അടക്കമുള്ള ബുദ്ധി കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ച് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. അപ്പോൾ പാളയത്തിൽ വലിയ ധ്രുവീകരണങ്ങൾ ഉണ്ടായി. A ഗ്രൂപ്പിൽ ഈ പറഞ്ഞ KC ജോസഫൊക്കെ നിശബ്ദനായി, ബെന്നി ബെഹനാൻ നിശബ്ദനാകുന്നു. ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു ചേരി രൂപപ്പെടുന്നുണ്ട്. അത് ഒരു, എന്താ പറയേണ്ടത്, അതൊരു ബലതന്ത്രമായി മാറി. ഇപ്പൊ അങ്ങനെയല്ല, A ഗ്രൂപ്പും KC ഗ്രൂപ്പും എല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേകതരം ഗ്രൂപ്പായി അത് മാറിയിട്ടുണ്ട്. അവിടെ ശക്തമായി അവര് ഈ ചാണ്ടിയുമ്മനെ ഒറ്റപ്പെടുത്തുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വീടുമായി ബന്ധപ്പെട്ട വൈകാരിക ബന്ധം ആത്മാർത്ഥമായി നിലനിർത്തുന്ന ഒരു ഉമ്മൻചാണ്ടി ഭക്തനേ ഉള്ളൂ, അത് PC വിശ്വനാഥാണ്. അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ കൃത്യമായി ഓർമ്മിച്ചിട്ടുമുണ്ട്. അപ്പൊ അവിടെ ഖബറിടത്തിലൊക്കെ വന്ന്, അല്ലെങ്കിൽ അവിടെ ആ സംസ്കാരം നടന്ന സ്ഥലത്തൊക്കെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു പോയി വിജയിക്കുന്നുണ്ട്. എങ്കിലും ചാണ്ടിയുമ്മനെ
പുതുപ്പള്ളിയിൽ മാത്രം വിജയിക്കുന്ന ആളായി നിർത്താൻ പരിമിതപ്പെടുത്താൻ സംഘടിതമായൊരു നീക്കവുമുണ്ട്. എന്തായാലും പുതുപ്പള്ളി ചാണ്ടിക്കൊപ്പമാണ് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ ഇപ്പോൾ KM രാധാകൃഷ്ണന് വോട്ട് ഉയർത്താൻ സാധിക്കുമോ ജയിക്കിനേക്കാൾ എന്നത് മാത്രമാണ് ഞാൻ മെയ് 4-ാം തീയതി ഉറ്റുനോക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ സ്പീഡോമീറ്ററിലേക്ക് സ്പീഡിൽ പോകാം. സ്പീഡോമീറ്ററിൽ പുതുപ്പള്ളിയുടെ ഫലം അത് UDF-നൊപ്പം എന്നായിരിക്കും രേഖപ്പെടുത്തുക എന്നത് ഉറപ്പാണ്. കാരണം പുതുപ്പള്ളിയുടെ ഒരു സ്വഭാവം അതാണ്. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷമൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിലവിൽ അത് ചാണ്ടി ഉമ്മന് അനുകൂലമായ ഒരു ഫലമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ പുതുപ്പള്ളിയിലൂടെ അങ്ങ് പറഞ്ഞതുപോലെ ആ ഹാഫ് സെഞ്ചുറി സംഭവിക്കുകയാണ്. ആ ഹാഫ് സെഞ്ചുറി വരുന്നത് UDF ക്യാമ്പിലേക്കാണ്. ആ ഹാഫ് സെഞ്ചുറിയിലെ നിർണായകമായ റൺ അടിച്ചത് ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ ചാണ്ടി ഉമ്മനാണ്. വിജയ റൺ ചാണ്ടി ഉമ്മൻ വക.